യെസ്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു അദ്ദേഹം കൂടി ചേരുന്നു. ശ്രീ ആർ വി ബാബു, ഹൈക്കോടതിയുടെ ചില സുപ്രധാന നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അന്വേഷണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കും അതുപോലെ ദേവസ്വം കമ്മീഷണറിലേക്കും നീങ്ങുന്നു. ഇപ്പോൾ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം സുതാര്യമായും സത്യസന്ധമായും മാത്രമേ SITക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. പക്ഷേ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ? എവിടെയെങ്കിലും വെള്ളം ചേർക്കലുകൾ നടക്കില്ലേ? അല്ല, ഈ കാര്യത്തില് SITയുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. കോടതി നടപടികളൊക്കെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലായിട്ടാണ് നടന്നത്. എന്തിനാണ് അങ്ങനെ നടന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ കേസ് വളരെ സുപ്രസിദ്ധമായ കേസായിട്ട്, അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കേസാണ്. അത് നടപടിക്രമങ്ങൾ അങ്ങനെ അത്ര രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? അത് ഏത് തരത്തിലാണ് ബാധിക്കുക? രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കേസാണോ? അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കേസല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഏതെങ്കിലും ഒരു സാക്ഷിയുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക പൊതുവെ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അതും കോടതിയുടെ ഉത്തരവായിട്ടല്ല, രജിസ്ട്രാറുടെ ഒരു ഉത്തരവായിട്ടാണ് അങ്ങനെ വന്നത്. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആയിട്ടാണ് ഈ കോടതി പ്രൊസീഡിങ്സ് ഇനി ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരിക്കും എന്നുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ജനങ്ങളുടെ ഉള്ളിൽ ഇത്തരം നടപടികൾ, ഒരു നിഗൂഢത ഉണ്ടാക്കുന്ന നടപടികൾ കോടതിയുടെ മോണിറ്ററിംഗിലാണ് നടക്കുന്നതെങ്കിലും മൊത്തത്തിൽ എല്ലാവരും ഒരു സംശയത്തിന്റെ അന്തരീക്ഷത്തിൽ കാണുകയൊക്കെ ചെയ്യും. കാരണം ഈ കേസിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. ഇത് ഗവൺമെന്റിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന ഒരു കേസാണ്. ഈ കേസ് ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കുന്ന കേസാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിനെ സംബന്ധിച്ച് ഇത്ര രഹസ്യാത്മകമായ രീതിയിൽ കോടതി നടപടികൾ നടത്തുന്നത് സംശയത്തിനിടയാക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതല്ല, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് പോകുമെങ്കിൽ അത് സ്വാഗതാർഹമാണ്, നല്ലതാണ്.